ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിഡ്യൂവിൻ്റെ റെസിഡ്യൂ ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്ന്, ഇൻ്റഗ്രൽസ് ഓഫ് റാഷണൽ ഫങ്ഷൻസ് ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ, അതായത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത്, ആ ഫോമിലുള്ള ഫങ്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അത് സിമ്പിളായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം, അതിന് നമ്മൾ എങ്ങനെ കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫ് ഓഫ് എക്സിലുള്ള നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ ഫോമിൽ, അതായത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്, ആ ഫോമിലൊക്കെയുള്ള ഈ ഇൻ്റഗ്രൽസിനെ എങ്ങനെ കോഷി റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് സെക്ഷൻ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഇതാണ് റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ ഓഫ് റിയൽ ഇൻ്റഗ്രൽസ്. റിയൽ ഇൻ്റഗ്രൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ലിമിറ്റും വേരിയേഷനും ഒക്കെ ഏതിൻ്റെ ഫോമിലായിരിക്കും, സാധാ റിയൽ നമ്പറിൻ്റെ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. സൈൻ തീറ്റയും കോസ് തീറ്റയും ഇൻവോൾവ് ചെയ്യുന്ന ഇൻ്റഗ്രൽസിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ആണ് റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ ഓഫ് റിയൽ ഇൻ്റഗ്രൽ. അതിൽ ആദ്യത്തെ ഭാഗമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ടൈപ്പാണ് ഇൻ്റഗ്രൽസ് ഓഫ് റാഷണൽ ഫംഗ്ഷൻ ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് ഇപ്പം സൈൻ തീറ്റ പ്ലസ് 2 കോസ് തീറ്റ ഇങ്ങനെയുള്ളൊരു p/q ഫോമിൽ വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റാഷണൽ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ ഇൻവോൾവ് ചെയ്താൽ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഒന്നുമില്ല, കുറച്ച് ഇക്വേഷൻസ് നമ്മളിവിടെ ബൈ ഹാർട്ട് പഠിക്കാനുണ്ട്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക, ബാക്കി ഒന്നും നമുക്ക് ആലോചിക്കാനില്ല. ഡയറക്റ്റ് കോഷി റെസിഡ്യൂ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനൊക്കെയാണ് നമുക്ക്. അപ്പോൾ കോഷി റെസിഡ്യൂ തിയറം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താ കോഷി റെസിഡ്യൂ തിയറം പറയുന്നത്? ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എന്താണ്, സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇൻസൈഡ് ദ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി. ഏത് കർവിൻ്റെ ഉള്ളിലാണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതിനുള്ളിലുള്ള സിംഗുലാരിറ്റീസിൽ റെസിഡ്യൂസ് കണ്ടുപിടിക്കുക, അതിനെ സം ചെയ്യുക, അതിനെ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് കോഷി റെസിഡ്യൂ തിയറം. ഇനി ഇവിടെ വരുന്ന സമയത്ത് നമുക്ക്, ഞാൻ തൽക്കാലം ഇവിടെ ഡെറിവേഷനൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. നമുക്ക് ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, ഫൈനൽ റിസൾട്ട് എന്താണോ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഇൻ്റഗ്രലിൻ്റെ ഫോം ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ മീൻ ചെയ്യുന്നത് സം ഫംഗ്ഷൻ ഓഫ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ, അതായത് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അല്ലെങ്കിൽ സൈൻ തീറ്റ ബൈ 2 + കോസ് തീറ്റ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫോമിൽ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ വേർ എഫ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ദി റാഷണൽ ഫംഗ്ഷൻ ഓഫ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ ആൻഡ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ ടേക്കിംഗ് ദി ട്രാൻസ്ഫോർമേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എഴുതി വെച്ചാൽ, ഇങ്ങനെ എഴുതി വെച്ചാൽ 1 മാർക്കായി. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. സൈൻ തീറ്റ കോസ് തീറ്റ ടൈപ്പ് ഇൻ്റഗ്രലിന് നമുക്ക് എന്തായാലും തീറ്റയിൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനെന്തിലേക്ക് മാറ്റണം, അവിടെ സെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ത്, സെഡ് ഇസ് ഈക്വൽ ടു ഇ പവർ ഐ തീറ്റ. ഇ പവർ ഐ തീറ്റ എന്ന് പറഞ്ഞ ടേം. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ് നമ്മൾ ഹോൾ ആയിട്ടുള്ള ഈ ഇൻ്റഗ്രലിനെ നമ്മുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ സെഡ് ഈക്വൽ ടു ഇ പവർ ഐ തീറ്റ വരുമ്പോൾ നമ്മൾ അതിനെന്താക്കും, സെഡ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഐ തീറ്റ. ഈ പറഞ്ഞിരിക്കുന്ന കുറേ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഫൈനലായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ 0 to 2π സൈൻ തീറ്റ, ഫംഗ്ഷൻ ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് തരുന്നത് സപ്പോസ് സൈൻ തീറ്റ ഉള്ള ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സൈൻ തീറ്റേനെ നമുക്ക് സെഡിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. കോസ് തീറ്റേനെ നമുക്ക് അതുപോലെ സെഡിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഡി തീറ്റേനെ നമ്മൾ എന്തിൻ്റെ ഫോമിലേക്ക് മാറ്റണം, ഡി സെഡിൻ്റെ ഫോമിലേക്ക് മാറ്റണം. അതുപോലെ 0 to 2π എന്ന് പറയുന്നത് ഒരു കർവായിട്ട് മാറും വേണം. അതായത് പ്രധാനമായിട്ടും 4 രീതിയിലുള്ള കൺവേർഷൻസ് ആണ് നമുക്കിവിടെ ബൈ ഹാർട്ട് പഠിക്കാനുള്ളത്. ആ 4 രീതിയിലുള്ള കൺവേർഷൻസ് ആണ് നമ്മളിനി ഇക്വേഷൻസ് ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, സെഡ് ഇസ് ഈക്വൽ ടു ഇ പവർ ഐ തീറ്റ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണത്തിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വഴി കണ്ടുപിടിക്കാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡെറിവേഷൻ പറഞ്ഞിട്ട് ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല, പക്ഷേ മനസ്സിലാക്കുക, ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ് സൈൻ തീറ്റക്കും കോസ് തീറ്റക്കും അതുപോലെ ഡി തീറ്റക്കൊക്കെ പകരമുള്ള വാല്യൂസ് നമുക്ക് ലഭിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കാം. നമുക്ക് വേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നോക്കാം. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? z is equal to e power i theta. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ് തീറ്റ is equal to നമുക്ക് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/2 ഇൻറ്റു z പ്ലസ് 1/z എന്ന് പറയുന്ന വാല്യൂ. ശ്രദ്ധിക്കണം, 1/2 പുറത്താണ്, 1/2 ഇൻറ്റു z പ്ലസ് 1/z. സൈൻ തീറ്റ is equal to 1/2i ഇൻറ്റു z മൈനസ് 1/z. ഡി തീറ്റയ്ക്ക് പകരം dz/iz. ഓക്കെ, അപ്പോൾ ഇത്രയും കൺവേർഷൻസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൺവേർഷൻ കൂടി മനസ്സിലാക്കി വെക്കുക. ഇൻറ്റഗ്രൽ 0 to 2π എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? മോഡ് z ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു സർക്കിളായിട്ട് കൺവേർട്ട് ആവും. അപ്പം 4 കൺവേർഷന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2i ഇൻറ്റു എന്താണ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2i ഇൻറ്റു z മൈനസ് 1/z ആൻഡ് cos theta is equal to 1/2 into z plus 1/z. ഓക്കെ, അതുപോലെ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഡി തീറ്റ. തീറ്റേനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. സെഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ആ ഡി തീറ്റയ്ക്ക് പകരം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂ ആണ് dz/iz. ഇത്രയും കൺവേർഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ 0 to 2π f ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ എന്തായിട്ട് കൺവേർട്ട് ആവും? ഞാൻ പറഞ്ഞു, ഇൻറ്റഗ്രൽ 0 to 2π എന്താവും? മോഡ് z ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിളായിട്ട് മാറും. അതുപോലെ എഫ് ഓഫ് നമ്മളെ കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/2 ഇൻറ്റു z പ്ലസ് 1/z. സൈൻ തീറ്റയ്ക്ക് പകരം 1/2i ഇൻറ്റു z മൈനസ് 1/z. ആൻഡ് ഡി തീറ്റയ്ക്ക് പകരം എന്തായിട്ട് വരും? നമ്മുടെ dz/iz എന്ന് പറയുന്ന വാല്യൂ വരും. അപ്പോൾ ഇത്രയും കൺവേർഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ഇതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെയുള്ള പ്രോബ്ലംസ് കുഴപ്പമില്ലാതെ ചെയ്യാം. പക്ഷെ ഇത് ക്ലിയർ അല്ലെങ്കിൽ, ഇത് ബൈ ഹാർട്ട് പഠിക്കാതെ നമുക്ക് ഈ പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 0 to 2π ഡി തീറ്റ ബൈ 2 പ്ലസ് കോസ് തീറ്റ. നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് കാര്യം നോക്കാം. ഫസ്റ്റ് കാര്യം, ഇൻറ്റഗ്രൽ 0 to 2π എന്തായിട്ട് കൺവേർട്ട് ആക്കണം? മോഡ് z. ഇത് എല്ലാ പ്രോബ്ലത്തിലും സൈൻ തീറ്റയും കോസ് തീറ്റയും ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും ഇതുപോലെ തന്നെ കൺവേർഷൻ. അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ദെൻ ഡി തീറ്റയ്ക്ക് പകരം ഡി തീറ്റ ഉണ്ടല്ലേ, അപ്പോൾ ഡി തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഡി തീറ്റ ഇസ് ഈക്വൽ ടു dz/iz എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ നോക്കുക, നേരത്തെ സൈൻ തീറ്റക്കും കോസ് തീറ്റക്കും ഞാൻ വാല്യൂ പഠിച്ചു. പക്ഷേ ഇവിടെ എന്തേ ഉള്ളൂ? ഇവാലുവേറ്റ് ചെയ്യേണ്ടതിൽ കോസ് തീറ്റ മാത്രം ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. സോ കോസ് തീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ 1/2 ഇൻറ്റു z പ്ലസ് 1/z. അപ്പോൾ ഇത്രയും വാല്യൂസ് ഈ പറഞ്ഞിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് പോസിബിൾ ആക്കാൻ കാരണക്കാരനായ വ്യക്തി എന്ന് പറയുന്നത് ഏതാ? z ഈക്വൽ ടു e പവർ i തീറ്റ. അതെപ്പോഴും എഴുതി വെക്കണം. ലെറ്റ് z is equal to e power i theta. Then നമ്മുടെ 0 to 2π converted to mod z equal to 1. dz is equal to d theta by iz and cos z is equal to 1/2 into z plus 1/z. ആ വാല്യൂസ് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം. നമ്മുടെ ഗിവൺ ഇൻറ്റഗ്രൽ 0 to 2π dz by 2 plus cos theta is equal to എന്തായിട്ട് മാറി? ഇൻറ്റഗ്രൽ 0 to 2πക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? മോഡ് z equal to 1 കൊടുത്തു. ഡി തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? dz/iz 1/2 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം 1/2 ഇൻറ്റു z പ്ലസ് 1/z എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ഇനി ഒന്നുമില്ല, ഇതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ജസ്റ്റ് ആ ഫാക്ടേഴ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. മുകളിലുള്ളത് dz ആണ്, താഴെ നോക്കാം. ഇപ്പോൾ iz എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ, അപ്പുറം അല്ല. ഇനി ഇവിടെ നോക്കാം, 2 പ്ലസ് നോക്ക് 1/2 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് വരും? z ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? z ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dz ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു
IZ. ഇനി നോക്കിയേ, ഇതും കൂടി, അതായത് 2Z എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫാക്ടറിൽ വരുന്നുണ്ട് അല്ല, അപ്പോൾ അതിനെയും കൂടി എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോടെ. അപ്പോൾ അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരാം ദാറ്റ് ഈസ് ഈക്വൽ ടു DZ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നോക്കുക 2Z ആണ്, 2Z ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2Z പ്ലസ് 1 ഇൻറ്റു ഈ പറഞ്ഞ ഡിനോമിനേറ്റർ 1 ആണ്. നമുക്കറിയാലോ ഡിനോമിനേറ്റർ സെയിം ആക്കാന്നുള്ള പ്രോസസ്സ് അവിടെ ചെയ്യുന്നു. സോ ഇവിടെ എന്ത് വരും, Z² പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2Z, സിംപ്ലി എന്ത് വരും 2Z ഇൻറ്റു എന്തുണ്ട് ഇവിടെ IZ ഉണ്ട്, മുകളിൽ DZ ഉണ്ട്. നോക്ക് ഇവിടെ എന്തുണ്ട്, ഒരു Z, ഇവിടെ ഒരു Z, രണ്ടും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ആ ഇൻ്റഗ്രൽ വാല്യൂസ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേജിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏത് മാത്രം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ മാത്രം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതി വെക്കുന്നു. ദെൻ നമ്മൾ ജനറലായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. എന്ത് വരും, 2 ഇൻറ്റു 2Z അതെന്തായിട്ട് മാറും, 4Z ആയിട്ട് മാറും. പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന Z² പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്തുണ്ട്, നമ്മുടെ ഇവിടെ ഒരു ഡിവൈഡ് ബൈ 2Z എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടാവും. നമുക്കറിയാം 1/a/b എന്ന് പറയുന്നത് എന്താ, ഒന്നിക്കൽ ഈ സെറ്റും സെറ്റും അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളൊരു മെത്തേഡാണ് 1/b/a എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1/a/b എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, b/a എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് നേരെ റെസിപ്രോക്കൽ ചെയ്തിട്ട് ഈ രൂപത്തിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ എന്തുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സെറ്റും സെറ്റും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റിമൈനിങ് ആയിട്ട് വരുന്ന ഇതിനൊന്ന് തിരിച്ചെഴുതി കൂടെ. അപ്പോൾ തിരിച്ചെഴുതുന്ന സമയത്ത് നോക്ക്, ഇവിടെ ഒരു I ഉണ്ട്, I കോമൺ അല്ലേ, കോൺസ്റ്റന്റ് അല്ലേ, കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇതിന്. സോ ഈ I പുറത്തേക്ക് എടുക്കുന്നു, 2ഉം കോൺസ്റ്റന്റ് ആണ്. സോ 2നും ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്തായി, 2/I ഇൻറ്റു ഇൻറ്റഗ്രൽ, ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റഗ്രൽ മാത്രം കൺസിഡർ ചെയ്ത് mod Z = 1/Z² പ്ലസ് 4Z പ്ലസ് 1 DZ അല്ല. ഇതിപ്പോൾ ഏത് ഫോമിലായി, നമ്മുടെ സാധാ ഇൻറ്റഗ്രൽ ഫോം അല്ല. അപ്പോൾ ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കോസിലും സൈനിലുള്ള ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് 2/i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഉത്തരമായില്ലേ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് മാത്രം ഞാൻ സെപ്പറേറ്റ് ഒന്ന് കാണാൻ പോവാണ്, നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് കോഷി റെസിഡ്യൂ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക, റൂട്ട്സിൽ ഏതൊക്കെയാണ് ഇൻസൈഡ് ഏതൊക്കെയാണ് ഔട്ട്സൈഡ് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഔട്ട്സൈഡ് വരുന്നത്, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കിൾ ഏതാ, കൺഫ്യൂഷൻ വേണ്ട, ഏതാണ്, mod Z = 1 ആണ് നമ്മുടെ ഇവിടെയുള്ള കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്, അനലിറ്റിക് അല്ലാത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്. ഏതാ ഡിനോമിനേറ്റർ 0 ആവേണ്ടത്, Z² പ്ലസ് 4Z പ്ലസ് 1 = 0 ആവുന്ന പോയിന്റ്. സോ അതാ ക്വാഡ്രാറ്റിക് അല്ലേ, എന്ത് കണ്ടുപിടിക്കാം, -b പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിച്ചാൽ -2 പ്ലസ് ഓർ മൈനസ് √3. ഇനി ഈ പറഞ്ഞിരിക്കുന്ന -2 പ്ലസ് ഓർ മൈനസ് √3 നമ്മൾ ഇൻസൈഡ് ഔട്ട്സൈഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിനൊന്ന് നോക്കാം. രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്, ഒന്ന് -2 പ്ലസ് √3, മറ്റേത് -2 മൈനസ് √3. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട്, ഈ പറഞ്ഞ ടേംസ് എഴുതാൻ കുറച്ച് ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ഇത് ഒരു നിർബന്ധമില്ല, ഈ ഒരു ടേം ഇവിടെ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, ഇങ്ങനെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ആ കുറച്ച് സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ -2 പ്ലസ് √3 ആൽഫ എന്ന് പറയുന്നൊരു വാല്യൂ കൊണ്ട് വിളിക്കുന്നു. അതുപോലെ -2 മൈനസ് √3 ഞാൻ എന്ത് വിളിക്കുന്നു, സം ബീറ്റ എന്ന് വിളിക്കുന്നു. ഇതൊന്നും എടുക്കാതെ നമുക്ക് ഇതുപോലെ അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാൻ എവിടെ ആൽഫ ഉപയോഗിച്ചാലും നിങ്ങൾ അവിടെ എന്ത് മനസ്സിലാക്കുക, -2 പ്ലസ് √3 ആണ്, ബീറ്റക്ക് പകരം എന്താണ് -2 മൈനസ് √3 ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഉള്ളിൽ ഏതാണ് പുറത്ത് ഏതാണെന്ന് നോക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ mod Z = 1 ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം എന്ത് വരും, mod -2 പ്ലസ് √3. നോക്കാം, ഇത് കോംപ്ലക്സ് അല്ല, ഇവിടെ റൂട്ട് എടുത്തിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, -2ൻ്റെ വാല്യൂ നമുക്കറിയാലോ എത്രയാണ്, -2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പം പിന്നെ √3യുടെ വാല്യൂ നമുക്കറിയാലോ എത്രയാണ്, 1.73. ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്, ഏതാണ് വാല്യൂ വരിക, 0.27 ആണ്, -0.27. അതിൻ്റെ മോഡ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 0.27. അതെന്താണ്, <1 അല്ലേ. ദാറ്റ് മീൻസ് ആൽഫ ബിലോങ്സ് ടു, അല്ലെങ്കിൽ ആൽഫ ലൈസ് ഇൻസൈഡ് C. ഓക്കെ, അപ്പോൾ ആൽഫ എന്ന് പറയുന്ന വാല്യൂ, അതായത് -2 പ്ലസ് √3 എന്ന് പറയുന്ന വാല്യൂ
തന്നിരിക്കുന്ന സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സർക്കിൾ മോഡ് z = 1ന്റെ ഇൻസൈഡ് ആണ്. അപ്പോൾ ഈ വാല്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രണ്ടും ഒരേ വാല്യൂ അല്ല, രണ്ടും ഒരേ സൈൻ അല്ലേ. അപ്പോൾ -2 -√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, -2നോട് -√3 ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ എന്താവും, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3.73 എന്ന് പറഞ്ഞ വാല്യൂ, അതിൻ്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, 3.73 ആണ്. അത് ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ? എന്തായിരിക്കും, ഔട്ട്സൈഡ് ആണ്. സോ ആ വാല്യൂ ഇവിടെ വരും, ഔട്ട്സൈഡ് ആയിട്ട് വരും. സോ നോക്കാം, ഇവിടെ ജസ്റ്റ് -√3, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3.73, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.73 which is greater than 1. Therefore z = -2 -√3 അഥവാ ബീറ്റ ലൈസ് ഔട്ട്സൈഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മൾ അപ്പോൾ ഒരു വാല്യൂ ഇൻസൈഡ് ഒരു വാല്യൂ ഔട്ട്സൈഡ്. അപ്പോൾ കോഷി റെസിഡ്യൂ തിയറം പ്രകാരം ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എവിടെ കണ്ടുപിടിക്കണം, റെസിഡ്യൂ അറ്റ് ആൽഫ മാത്രം കണ്ടാൽ മതി. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇടാം ആൽഫ = -2 + √3 ആൻഡ് ബീറ്റ = -2 -√3 അത് സിംഗുലർ പോയിന്റ്. സ്ട്രിക്ട്ലി ഞാൻ ഒന്നും കൂടി പറയാണ്, ഇത് നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ഇനി ഇതല്ലാതെ ആൽഫയും ബീറ്റ എടുക്കാതെ ചെയ്താൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളവർ അങ്ങനെ തന്നെ എടുത്താൽ മതി. വേറെ വലിയ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ജനറൽ മെത്തേഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത് മാത്രം. ഓക്കെ, അപ്പോൾ അതിൽ ആൽഫ = -2 + √3 ലൈ ഇൻസൈഡ് ആണ്, ലൈസ് ഇൻസൈഡ് സി. ഇൻസൈഡ് സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മോഡ് z = 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസൈഡ് വരുന്ന പോയിന്റ്. സോ ഇത് ഔട്ട്സൈഡ് ആണ്, മറ്റേത് ഇൻസൈഡ് ആണ്. ഇനി നമ്മളെ കോഷി റെസിഡ്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന റെസിഡ്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഏത് പോയിന്റിൽ, ആൽഫ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്, -2 + √3 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ റെസിഡ്യൂ കാണുകയാണ്. സോ ലിമിറ്റ്, ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത്. അപ്പോൾ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് മാതിരി ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് റൂട്ടാണ്, ഒന്ന് ആൽഫയും ഒന്ന് ബീറ്റയും, അല്ലെങ്കിൽ -2 + √3യും -2 -√3യും. അപ്പോൾ നമുക്കറിയാം z² + 4α + 1ന്റെ രണ്ട് റൂട്ടാണ് ആൽഫയും ബീറ്റയും എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനാ z - α എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും, അതുപോലെ z - β എന്ന് പറയുന്നത് വേറൊരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനാ ഈ രീതിയിൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് ഇതുള്ളിടത്ത് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം, ഈ വാല്യൂ കൊടുക്കാൻ പറ്റും. സോ നമ്മുടെ റെസിഡ്യൂ എന്ന് പറയുന്നത് ഏത് രൂപത്തിൽ വരും, സോ നമ്മുടെ റെസിഡ്യൂ കാണുന്ന സമയത്ത് ഇവിടെ രണ്ടും എന്താണ്, സിമ്പിൾ പോൾ ആണ്. അതും കൂടി എഴുതി വെക്കണം. z = -2 + √3 ഈസ് എ സിമ്പിൾ പോൾ. അവിടെ ഇപ്പം വലിയ കൺഫ്യൂഷൻ വേണ്ട. ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തിൽ എപ്പോഴും സിമ്പിൾ പോൾ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ, അതിനപ്പുറമുള്ളത് ചാൻസ് കുറവാണ്. ഓക്കെ, സിമ്പിൾ പോൾ ആണ്. അപ്പോൾ സിമ്പിൾ പോൾ ആയതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാം, ലിമിറ്റ് z → α z - α ഇൻറ്റു എന്ത് വരും, f(z). ഇവിടെ f(z) എന്ന് പറഞ്ഞാൽ എന്താ, f(z) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/z² + 4z + 1 ആണ്. അപ്പോൾ f(z)ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ 1/ വാല്യൂ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്ത് വരും, ലിമിറ്റ് z - α ഇൻറ്റു 1/z² + 4α + 1. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന z² + 4z + 1ന് നമുക്ക് എന്താക്കാം, z - α ഇൻറ്റു z - β എന്ന് എഴുതി വെക്കാലോ. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ പ്ലസ് നമ്മളൊരു 7ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്, നമ്മുടെ പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, സോ ആ രീതിയിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും z - α എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യുക. ദെൻ റിമൈനിങ് ആയിട്ടുള്ള വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന വാല്യൂ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/z - α എന്നുള്ളൊരു വാല്യൂ മാത്രമായിട്ട്, അല്ലെങ്കിൽ 1/z - β എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമായിട്ട് മാറും. അപ്പോൾ അവിടെ z → α ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, zന് വരെ എന്ത് കൊടുക്കുക, ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്കറിയാം ആൽഫയുടെ വാല്യൂ എത്രയാണ്, -2 + √3 ആണ്. അതുപോലെ ബീറ്റയുടെ വാല്യൂ
-2 മൈനസ് √3. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ 1/-2 പ്ലസ് √3 മൈനസ് മൈനസ് എന്താവും? +2 പ്ലസ് √3. -2 -2 ക്യാൻസൽ ആവും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 √3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ 1/2 √3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സിംപ്ലിഫൈ ചെയ്തിട്ട് വാല്യൂ ലെസ്റ്റ് കിട്ടിയിട്ടുണ്ട് 1/2 √3. അതാണ് നമ്മൾ എന്ത് വാല്യൂ? നമ്മുടെ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ആൽഫ അല്ലെങ്കിൽ -2 പ്ലസ് √3 ഈക്വൽ ടു 1/√3. ഇനി നമ്മൾ കോഷി റെസിഡ്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രൽ 1/z² പ്ലസ് 4z പ്ലസ് 1 dz is equal to 2πi into റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ആൽഫ. കാരണം സെഡ് ഈക്വൽ ടു ബീറ്റയിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? സെഡ് ഈക്വൽ ടു ബീറ്റ ഔട്ട് സൈഡ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi into റെസിഡ്യൂ നമുക്ക് എന്ത് കിട്ടി? 1/2 √3. അപ്പോൾ വാല്യൂ എന്തായി? ദാറ്റ് ഈസ് പൈ ഇൻറ്റു i/√3. എന്തിൻ്റെ വാല്യൂ? ഇൻറ്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ 1/z² പ്ലസ് 4z പ്ലസ് 1. ഇത് മാത്രമാണോ നമ്മുടെ ആൻസർ? അല്ല. നമുക്ക് എന്തുണ്ട്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ വാല്യൂ അല്ല, പകരം എന്താണ്? കോസും സൈനും തന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കോസും സൈനും തമ്മിലുള്ള ഫംഗ്ഷനെ നമ്മൾ ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? 1/2i ഇൻറ്റു ദിസ് ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കോഷി റെസിഡ്യൂ തിയറം പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനെ 2/i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. ഇനി അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ πi/√3 എന്നുള്ളൊരു വാല്യൂ നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്തപ്പം കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്തപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി അതിവിടെ നമുക്ക് നോക്കാം. സോ ബൈ കോഷി റെസിഡ്യൂ തിയറം ഈ വാല്യൂ ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ആൽഫ. ആ വാല്യൂ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് πi/√3. ദെൻ നമ്മുടെ ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 1/2i ഇൻറ്റു ഇൻറ്റഗ്രൽ ദിസ് വാല്യൂ ആണ്. സോ ഈ വാല്യൂ മാത്രം, അതായത് 1/z² പ്ലസ് 4z പ്ലസ് 1ൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? πi/√3. ആ വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇവിടെ ഐയും ക്യാൻസൽ ചെയ്യാം. 2π/√3. അതായത് നമുക്ക് എന്ത് കിട്ടി? ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻറ്റഗ്രൽ 0 to 2π dθ/2 പ്ലസ് കോസ് θ ഈക്വൽ ടു 2π/√3 എന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ? വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. അവിടെ ആൽഫയും ബീറ്റ എടുത്തതായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ ഒഴിവാക്കുക. അടുത്തതാണ് ഷോ ദാറ്റ് ഇൻറ്റഗ്രൽ 0 to 2π dθ/√2 മൈനസ് കോസ് θ. നേരത്തെ പോലെ തന്നെയല്ലേ? എന്താ വ്യത്യാസമുള്ളൂ? ഇവിടെ ഒരു നേരത്തെ 2+ എന്നുള്ള രീതി, ഇവിടെ √2 മൈനസ് കോസ് θ. നേരത്തെ പോലെ പ്രൊസീഡ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ z ഈക്വൽ ടു e⁻i⁻θ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന 3 മാറ്റങ്ങൾ 0 to 2π എന്തായിട്ട് മാറി? മോഡ് z ഈക്വൽ ടു 1 ആയിട്ട് മാറി. കോസ് θക്ക് പകരം 1/2 ഇൻറ്റു z പ്ലസ് 1/z, dθക്ക് പകരം dz/iz ആ വാല്യൂ കൊടുക്കുക. സോ നമ്മുടെ ആ വാല്യൂസ് ഒക്കെ ഈ ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാൻ നോക്കുക? ഇൻറ്റഗ്രൽ 0 to 2π മോഡ് z ഈക്വൽ ടു 1 dθക്ക് പകരം dz/iz then divided by √2 minus cos θ. cos θക്ക് പകരം 1/2 ഇൻറ്റു z പ്ലസ് 1/z ആ വാല്യൂ കൊടുക്കുക. ദെൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ മോഡ് z ഈക്വൽ ടു 1/√2 മൈനസ് 1/2 ഇൻറ്റു ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ z² പ്ലസ് 1 ഡിവൈഡ് ബൈ z ഇൻറ്റു iz എന്നുള്ളൊരു ഫോം ഉണ്ടാവും. ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് നമുക്ക് 1/ ഏത് ഫോമിലേക്ക് വരും? ഈ 2z കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തൂടെ? അപ്പോൾ അവിടെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2z ഇൻറ്റു √2 ദാറ്റ് മീൻസ് 2√2 ഇൻറ്റു z ദെൻ മൈനസ് ഓഫ് z² പ്ലസ് 1. അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് z² മൈനസ് 1 ഇൻറ്റു iz ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ടാവും?
2z ഉണ്ടാവും. നേരത്തെ പറഞ്ഞ മാതിരി 1/a/b. ഈ 2z നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലോട്ടേക്ക് എടുക്കാം. സോ നമ്മളെ വാല്യൂ ഇങ്ങനെ വരും, 2z ഡിവൈഡ് ബൈ 2√2z മൈനസ് z സ്ക്വയർ മൈനസ് 1 ഇൻറ്റു iz. നോക്കുക, സെഡും സെഡും എന്താവും, ക്യാൻസൽ ചെയ്യുക. ഇവിടെ അഗെയിൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ i കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുക്കാം. ഇനി ചെറിയ ആൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെന്തിനാ അങ്ങനെ പുറത്തെടുക്കുന്നതിന്. ഇനി പുറത്തെടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, ഇതിനെ തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് അപ്ലൈ ചെയ്യാം, കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാം. പക്ഷേ എഫ് ഓഫ് സെറ്റിൻ്റെ സ്ഥാനത്ത് എങ്ങനെ എടുക്കണം, എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എന്ത് വരും, മൈനസ് z സ്ക്വയർ പ്ലസ് 2√2z മൈനസ് 1. ഈ പറഞ്ഞിരിക്കുന്നതിനൊന്ന് ഓർഡർ ആക്കുന്നത്, z സ്ക്വയറിൻ്റെ ടേം ആദ്യം വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓർഡറിലേക്ക് മാറ്റുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, ലിമിറ്റിൻ്റെ ഫോമൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി. ഓക്കെ, പക്ഷേ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ ഫോം കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഈ പറഞ്ഞിരിക്കുന്ന 2/iയെ പുറത്തെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 2/i മാത്രമല്ല നോക്കുക, എപ്പോഴും ക്വാഡ്രാറ്റിക് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, z സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് +1, അതിപ്പോൾ സപ്പോസ് 2 ആണ് അല്ലെങ്കിൽ -2 ആണെങ്കിൽ ആ -2 ടോട്ടലായിട്ട് എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിന് പുറത്തെടുത്തിട്ടൊക്കെ ചെയ്യണം. ഓക്കെ, എപ്പോഴും കോയിഫിഷ്യൻറ്റ് z സ്ക്വയർ 1 ആവുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്യുക. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് -1 കോമൺ ആയിട്ട് എടുക്കുന്നു, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, i കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുക്കാം, 2ഉം കോൺസ്റ്റൻ്റ് ആണ്, അതിനെയും പുറത്തെടുക്കാം. സോ 2/-i ആണ്, അതെന്തായിട്ട് മാറി, മൈനസ് താഴെ വേണമെങ്കിൽ മുകളിൽ വേണമെങ്കിൽ കൊടുക്കാമല്ലോ. സോ -2/i ആയിട്ട് മാറി. ഇനി ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാല്യൂ, അതായത് ഇതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ -2/i ഇൻറ്റു i1 എന്നൊക്കെ വിളിക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ആ i1ൻ്റെ വാല്യൂവിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യാം, കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യും. നോക്കാം എങ്ങനെ ചെയ്യുന്നുള്ളത്. സോ നമ്മുടെ അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന തൽക്കാലം അവിടെ വെക്കുന്നു. നമുക്ക് വേണ്ടത് ഈ ഒരു ഇൻ്റഗ്രൽ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു എഫ് ഓഫ് സെറ്റ് ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് അനലിറ്റിക് അല്ലാത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ ഡിനോമിനേറ്റർ വാല്യൂ 1/z സ്ക്വയർ പ്ലസ് 2z z സ്ക്വയർ മൈനസ് 2√2z പ്ലസ് 1 ഈക്വൽ ടു എന്താവണം, ഡിനോമിനേറ്റർ 0 ആവണം. അവിടെ ഡിനോമിനേറ്റർ 0 ആവാന്ന് പറഞ്ഞാൽ z സ്ക്വയർ മൈനസ് 2√2z പ്ലസ് 1 ഈക്വൽ ടു 0. എഗെയിൻ എന്ത് തന്നെയാണ്, ക്വാഡ്രാറ്റിക് ആണ്. ക്വാഡ്രാറ്റിക്കിൻ്റെ വാല്യൂ നിങ്ങൾ സാധാരണ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, ബി സ്ക്വയർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് രണ്ട് വാല്യൂ കിട്ടും, √2 + 1 ആൻഡ് √2 - 1. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, 2 റൂട്ടാണുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് നമുക്ക് എന്താക്കാം, ആൽഫ ഈക്വൽ ടു √2 + 1 ആൻഡ് ബീറ്റ ഇസ്, ഇനി തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, √2 - 1 എന്ന് വിളിക്കുക. കാരണം ആ റൂട്ടിൻ്റെ ഒരു റെസിഡ്യൂ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് പോവാം, ഒരു പ്രശ്നമില്ല. √2 + 1 അങ്ങനെ തന്നെ എടുക്കാം, നേരത്തെ ചെയ്ത മാതിരി അതുപോലെ എടുത്തിട്ട് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ ആൽഫ എടുക്കുകയാണെങ്കിൽ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടാവും, അത് മനസ്സിലാക്കുക. സോ ഞാൻ ഇനി ഒരു കാര്യം കൂടി ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു √2 + 1 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു √2 - 1. അപ്പോൾ അതവിടെ കൊടുക്കുക. ആൽഫ ഈക്വൽ ടു √2, ഇവരിപ്പം തിരിച്ചെടുത്താലും പ്രശ്നമില്ല. ആൽഫ ഈക്വൽ ടു √2 + 1 എടുക്കണമെന്നില്ല, എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. അപ്പോൾ ഈ തൽക്കാലം അങ്ങനെ തന്നെ, നേരത്തെ എടുത്തത് എന്താ, പ്ലസിൻ്റെ കേസാണ്, അപ്പോൾ അങ്ങനെ തന്നെ മാത്രമാണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട് എന്താ, √2 - 1 ആൽഫ ആയിട്ടും രണ്ടാമത്തെ റൂട്ടിനെ ബീറ്റ ആയിട്ടും എടുക്കുന്നത് മാത്രം, ഒരു റെപ്രസെൻറ്റേഷൻ ആണ്, വേറെ ഒരു ഇമ്പോർട്ടൻസും അതിനില്ല. ഇനി ആലോചിച്ച് നോക്കുക, ഇനിയിപ്പോൾ ഈ പറയുന്ന സംഭവത്തിൽ നമുക്ക് അതിന് മുന്നേ, ഇനി അടുത്ത് പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി z സ്ക്വയർ മൈനസ് 2√2z + 1 നമുക്ക് എന്താക്കിയിട്ട് എഴുതാം, ഈ പറഞ്ഞിരിക്കുന്ന ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും ഫോമിലേക്ക് കൂടെ z - ആൽഫ ഇൻറ്റു z - ബീറ്റ. കാരണം എന്താ, ആൽഫയും ബീറ്റയാണ് നമ്മുടെ റൂട്ട്. ആൽഫയും ബീറ്റയും നമ്മൾ റൂട്ട് ആവണമെങ്കിൽ z - ആൽഫ ഒരു ഫാക്ടർ ആയിരിക്കും, z - ബീറ്റ ഒരു ഫാക്ടർ ആയിരിക്കും. അവ രണ്ട് പ്രോഡക്റ്റ് എടുത്താൽ നമ്മുടെ ആ പോളിനോമിയൽ കിട്ടുകയും വേണം. സോ ഇനി അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ സർക്കിൾ ഏതാ, മോഡ് z = 1 ആണ്. അപ്പോൾ ആ മോഡ് z = 1ൽ 2 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം √2 + 1 ഞാൻ നോക്കുന്നു. √2 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, √2 എന്ന് പറഞ്ഞാൽ 1.41 + 1, ദാറ്റ് മീൻസ് എത്ര വരിക, നമുക്ക് വരും 2.41. അതിൻ്റെ മോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2.41 തന്നെയാണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. ദെർഫോർ √z + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര നമ്മൾ എടുത്ത ബീറ്റ ലൈ ഔട്ട് സൈഡ്. ഓക്കെ, അതുപോലെ √2 - 1 വരുമ്പോൾ എന്താ സംഭവിക്കുക,
√2 -1 വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ 1.41 മൈനസ് 1 ദാറ്റ് മീൻസ് എന്താ വരിക 0.41 മൈനസ് 0.41 എന്ന് വരും അല്ലേ സോറി പ്ലസ് 0.41 അതെന്താ സംഭവം ലെസ് ദാൻ അല്ലേ സോ ലെസ് ദാൻ 1 സോ z ഈക്വൽ ടു √2 മൈനസ് 1 ഈക്വൽ ടു ആൽഫ ലൈ ഇൻസൈഡ് സി അതാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് ബീറ്റ ഇസ് ഈക്വൽ ടു √2 പ്ലസ് 1 ലൈ ഔട്ട്സൈഡ് സി ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു √2 മൈനസ് 1 ലൈ ഇൻസൈഡ് സി സോ നമ്മൾ കോഷി റെസിഡ്യൂ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രകാരം 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു സെഡ് ഈക്വൽ ടു √2 മൈനസ് 1 അല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു ആൽഫ മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ബീറ്റ വാല്യൂ അല്ലെങ്കിൽ റൂട്ടായിട്ട് വരുന്ന ബീറ്റ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ പുറത്താണ് സോ കോഷി റെസിഡ്യൂ തിയറം പ്രകാരം അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കൺസിഡറേഷനിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല സോ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ക്ലിയർ ആണല്ലോ സോ നമ്മളിനി ഈ പറഞ്ഞിരിക്കുന്ന റെസിഡ്യൂ കോഷി റെസിഡ്യൂ തിയർ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം റെസിഡ്യൂ കണ്ടുപിടിക്കണം ഇപ്പോൾ റെസിഡ്യൂ ഓഫ് നമ്മൾ ഏത് പോയിന്റ് ഇൻസൈഡ് പറഞ്ഞത് √2 മൈനസ് 1 അല്ലേ അതിനെ ഞാൻ എന്താ വിളിച്ചത് ആൽഫ എന്നാണ് വിളിച്ചത് സോ റെസിഡ്യൂ എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ആൽഫ ഇസ് ഈക്വൽ ടു സിമ്പിൾ പോളാണ് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന കേസിലൊക്കെ രണ്ട് റൂട്ടേ ഉള്ളൂ ആ രണ്ട് റൂട്ടായിട്ടാണ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ടാണ് കിട്ടുന്നതെങ്കിൽ അവയുടെ പോൾ എന്ന് പറയുന്നത് എന്താ ഇവിടെ ഇപ്പം ആൽഫ ഈസ് എ സിമ്പിൾ പോൾ അതും കൂടി എഴുതി വെക്കണം അത് വിട്ടുപോകരുത് സിമ്പിൾ പോൾ എന്ന് എഴുതി വെക്കാം അല്ലെങ്കിൽ എന്തായാലും സിമ്പിൾ പോളേ വരുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു വാല്യൂ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല കാരണം ഓൾറെഡി ഇത് കുറച്ച് ലെങ്തി ആയ പ്രോസസ്സാണ് മാക്സിമം പോയ ഒരു 5-6 മാർക്കിനാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് വീണ്ടും ഡബിൾ പോളൊക്കെ തന്നെ ഡെറിവേറ്റീവ് ഒക്കെ കാണേണ്ട പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കുറവാണ് സോ സിമ്പിൾ പോൾ തന്നെയായിരിക്കും മിക്കവാറും കേസിൽ ഉണ്ടാവുക ഓക്കെ സോ സിമ്പിൾ പോൾ ആയതുകൊണ്ട് ലിമിറ്റിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ റെസിഡ്യൂ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് z ടെൻസ് ടു ആൽഫ z മൈനസ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് z ആണ് ഞാൻ പറഞ്ഞു എഫ് ഓഫ് സെഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം എഫ് ഓഫ് സെഡിൽ 1/z² മൈനസ് 2√z+1 നമുക്ക് എന്താക്കിയിട്ട് എഴുതാം 1/z മൈനസ് ആൽഫ ഇൻറ്റു z മൈനസ് ബീറ്റ കാരണം ഇതിനെ നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും സോ അത് ഞാൻ അവിടെ എഴുതി വെക്കുന്നു ദെൻ z മൈനസ് ആൽഫയും ക്യാൻസലായി എന്ത് വരും 1 ലിമിറ്റ് z ടെൻസ് ടു ആൽഫ 1/z മൈനസ് ബീറ്റ എന്ന് പറയുന്ന ഫാക്ടർ മാത്രം ഉണ്ടാവും ലിമിറ്റ് അപ്ലൈ ചെയ്യുക സോ സെഡിന് വേറെ എന്ത് കൊടുക്കുക ആൽഫ കൊടുക്കുക ഇനി രണ്ടിൻ്റെ വാല്യൂ നമുക്കറിയാലോ എന്താണ് ആൽഫ ഈക്വൽ ടു √2 മൈനസ് 1 അത് കൊടുക്കുക ബീറ്റ ഈസ് ഈക്വൽ ടു √2 പ്ലസ് 1 മൈനസ് ചെയ്യുന്ന സമയത്ത് √2ഉം √2ഉം ക്യാൻസൽ ആവും -1 സോ -2 വരും അതായത് 1/-2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് -1/2 ഓക്കെ സോ കോഷി റെസിഡ്യൂ തിയറം പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന ഇന്റഗ്രൽ മോഡ് z ഈക്വൽ ടു 1/z² പ്ലസ് 4z+1 dz is equal to 2πi into റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z അറ്റ് z ഈക്വൽ ടു ആൽഫ ഇത് കിട്ടിയ വാല്യൂ എത്രയാണ് -1/2 തൊട്ട് പ്രീവിയസ് കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് റെസിഡ്യൂ അറ്റ് ആൽഫ എത്രയാണ് -1/2 ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ 2πi into -1/2 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട് നമുക്ക് എന്ത് കിട്ടും -πi അപ്പോൾ ഇതല്ല നമ്മുടെ വാല്യൂ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ 0 to 2π d∅/√2 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എഴുതിയിട്ടുണ്ട് -2/i into ഇന്റഗ്രൽ മോഡ് z ഈക്വൽ ടു 1/z² മൈനസ് 2√2z+1 ഇനി ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ അതായത് നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോഷി റെസിഡ്യൂ തിയറം പ്രകാരം -πi കിട്ടിയിട്ടുണ്ട് അതവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -2/i into ഇന്റഗ്രലിൻ്റെ വാല്യൂ ബൈ കോഷി റെസിഡ്യൂ തിയറം πi ആണ് -πi ആണ് സോ മൈനസും പ്ലസ് ഐയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ചെയ്യാം റിമൈനിങ് ഫാക്ടർ 2π അപ്പോൾ എന്തായി നമ്മൾ ഷോ ചെയ്തില്ലേ തുടക്കത്തിൽ എന്താ പറഞ്ഞത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഷോ ദാറ്റ് ദിസ് വാല്യൂ ഈസ് 2π അതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായ പ്രോബ്ലം ആണ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് അപ്പം നിർബന്ധമായും പഠിച്ചു വെക്കാം ഓക്കെ അപ്പോൾ ഇനി ഒരു ഇൻ്റഗ്രലും കൂടിയുള്ളത് അത് നമുക്ക് നോക്കാം